ഇന്ന് രാവിലെ തന്നെയുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത, ഈ മുകേഷിൻ്റെ ആനയുടെ ആക്രമണത്തെ തുടർന്നുള്ള മരണം. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സൃഷ്ടിച്ച ആഘാതം ഒരനുശോചനം എന്ന രീതിയിൽ തന്നെ രേഖപ്പെടുത്തുന്ന നിലയാണ് നമുക്ക് സ്വീകരിക്കാനാവുക. മുകേഷിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുക. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിധി നിർണായകമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് വിവിധ ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ച് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ ഓരോ ഘട്ടം കഴിയുന്തോറും കൂടുതൽ വ്യക്തത കൈവരിക്കുകയാണ്. കോർപ്പറേറ്റ് മാധ്യമങ്ങളിലൂടെ BJP കെട്ടിപ്പൊക്കിയ അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു സന്ദർഭത്തിലാണ് രാജ്യം ഇന്നേ വരെ കേൾക്കാത്ത രീതിയിലുള്ള വർഗീയ ധ്രുവീകരണത്തിലുള്ള പ്രചരണങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതൃത്വമാകെ, ഭരണ സംവിധാനമാകെ ഇപ്പോഴ് ഇന്ത്യയിലുടനീളം തിരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അതിവിപുലമായ രീതിയിൽ, ഭീകരമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP സർക്കാർ നടപ്പിലാക്കിയ കാർഷിക നയങ്ങളോടുള്ള ഭിന്നത, രാജ്യത്തെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ ബാധിച്ച തൊഴിലില്ലായ്മ, പട്ടിണി, മതവിദ്വേഷം ജനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന സമീപനം, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനവികാരം ഭരണകക്ഷിക്കെതിരായി, BJPക്കെതിരായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. BJP പരാജയത്തിലേക്ക് നീങ്ങുന്ന രാഷ്ട്രീയ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടുള്ള മതനിരപേക്ഷ കക്ഷികൾ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാനാവുമെന്നാണ് രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൻ്റെ തന്നെ ഉൽപ്പന്നമാണ് ഹരിയാനയിലെ BJP മന്ത്രിസഭയുടെ പതനത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ. എന്നാൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ രാഷ്ട്രീയ വിശകലനങ്ങൾ സംഘടിപ്പിക്കാനോ കേരളത്തിലെ ഉൾപ്പെടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാവാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ജനതയുടെ ആവാസ കേന്ദ്രമെന്ന നിലയിൽ ഇത്തരം ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഗൗരവപൂർണമായ ഒരു ചർച്ചയ്ക്ക് വിധേയപ്പെടുത്താൻ പോലും നമ്മുടെ മാധ്യമ ശൃംഖലക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായ ഒരവസ്ഥ.
ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമ ചർച്ച പരിശോധിച്ചാൽ കേരളത്തിൽ വർഗീയത CPM ആണ് ഉയർത്തുന്നത് എന്നുള്ള പ്രചാരവേല UDFന്റെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി വടകര പ്രശ്നം വെച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിൽ വർഗീയ ധ്രുവീകരണത്തിനും അശ്ലീല പ്രചരണങ്ങൾക്കും സഖാവ് ശൈലജ ടീച്ചർക്കെതിരായി വടകര നിയോജകമണ്ഡലത്തിലുടനീളം സ്ഥാനാർത്ഥിയും UDF-ഉം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഇത്തരം പ്രചരണങ്ങളെ തുറന്നു കാണിക്കാൻ വടകര നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ വർഗീയ ധ്രുവീകരണത്തിന് എതിർക്കാനും മതസൗഹാർദ്ദത്തെ നിലനിർത്താനും വേണ്ടിയുള്ള പ്രവർത്തനം താഴെത്തട്ടിൽ നടന്നുവരുന്ന സന്ദർഭത്തിലാണ് UDF-കാർ ഞങ്ങളും മതസൗഹാർദ്ദത്തിനു വേണ്ടി വർഗീയ പ്രചരണത്തിനെതിരായിട്ട് പ്രചാരവേല സംഘടിപ്പിക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. കള്ളൻ സ്ത്രീയുടെ കഴുത്തിലെ മാല പൊട്ടിച്ചോടുമ്പോൾ കള്ളനുൾപ്പെടെ എല്ലാവരും കള്ളനെ പിടിക്കാൻ പോകുന്ന ഒരു നിലയാണ് വടകരയിലെ ഈ വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടാൻ നേതൃത്വം കൊടുത്ത ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഭ്യാസം. അത് വടകരയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയെയും മകളെയും അതുവഴി പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കരുതാലിത്തേക്കുന്നതിന് കേരളത്തിലെ അഭിഭാഷക മേലങ്കി കൂടി അണിഞ്ഞ് ഒരു സ്ഥിരം കേസിൻ്റെ വക്താവായിട്ട് മാറുന്ന കുഴൽനാടൻ്റെയും കുഴൽനാടൻ നടത്തിയിട്ടുള്ള കേസിൻ്റെയും ഒരു പ്രത്യേക പതനം ഈ കേരളം കാണുകയുണ്ടായി. കുഴൽനാടൻ്റെ മാത്രം ഒരു പതനമല്ല, കുഴൽനാടനിങ്ങനെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായും മന്ത്രിയുടെ കുടുംബത്തിനെതിരായും വ്യാപകമായിട്ട് സത്യവിരുദ്ധമായി പ്രചരിപ്പിക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ പ്രചരണം നൽകിയിട്ടുള്ള കേരളത്തിലെ വലിയൊരു മാധ്യമ ശൃംഖല യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനത്തെ കോടതി വിധിയോടെ അവർ കെട്ടിപ്പൊക്കിയ ചില്ലുകൊട്ടാരം അമ്പെ തകർന്നു വീണിരിക്കുന്നു എന്ന വസ്തുത സ്വാഭാവികമായിട്ടും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ആ രീതിയിൽ അവർ പറയുന്നില്ല എന്ന് മാത്രമേ. കുഴൽനാടൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണ് എന്ന് വന്നാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയോ പ്രസ്ഥാനമോ അല്ല ഞങ്ങളുടേത്. പക്ഷേ ഒരു വ്യക്തി
ഒരു കള്ള കേസ് കൊടുക്കുമ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടങ്ങളിൽ മുമ്പ് മുതലേ, ഇപ്പോഴും മാത്രമല്ല, മുമ്പ് തന്നെ എക്സ്ലോജിക്കിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയ 1.72 കോടി റുപ്യയ്ക്ക് കൃത്യമായി നികുതി അടച്ചതിൻ്റെ റെസീറ്റ് കാണിച്ചാൽ അന്ന് ഞാൻ മാപ്പ് പറയും എന്ന് ഉൾനാടൻ ആദ്യം പറഞ്ഞതാണ്. അത് കാണിച്ചിട്ടും മാപ്പ് പറയുന്ന പ്രക്രിയയിലേക്ക് ഉൾനാടൻ മാറിയിട്ടില്ല. ഓരോ കേസ് കൊടുക്കുമ്പോഴും മാധ്യമങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയും. അവസാനം നമുക്കെല്ലാം അറിയുന്നത് പോലെ, പകൽ വെളിച്ചം പോലെ മനസ്സിലായ ഒരു കാര്യം, നിരവധി അന്വേഷണവും നിരവധിയായ ചർച്ചകളുമൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ മാധ്യമ ശൃംഖലകൾ ഉൾപ്പെടെ എല്ലാം ഫലപ്രദമായിട്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അത് രൂക്ഷമായിട്ട് വരിക. കേസിൻ്റെ മേലെയുള്ള എന്തൊക്കെയാണ് കേസിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യമെല്ലാം ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ്. ഇപ്രാവശ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ആ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി എന്നോടന്നെ ഈ മാധ്യമ പത്രസമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട് പല ഭാഗത്തും. അവിടെ അന്വേഷണം വരികയാണല്ലോ, ഇവിടെ ഇങ്ങനെ അന്വേഷണമാണല്ലോ എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ അന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്, എല്ലാം കള്ള പ്രചാരവേലയാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗമാണ് എന്ന് ഞങ്ങൾ അന്ന് വിശദീകരിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഓരോരോ മേഖലയിൽ ഓരോരോ കേസ് ഓരോ ഘട്ടങ്ങളിലായി കൊടുക്കുക. കീഴ്ക്കോടതിയുടെ സ്വകാര്യ അന്വേഷണത്തിൻ്റെ ഭാഗമായി കമ്പനി നിയമം 210 കമ്പനിയുടെ കാര്യം മാത്രം അന്വേഷിക്കുന്ന ആ ഭാഗമാണ്. ഹൈക്കോടതിയെ അത് സംബന്ധിച്ച് ഉത്തരവ് കിട്ടിയിട്ടുള്ളതാണ്. ഹൈക്കോടതി നിലവിൽ അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ട്. ഈ വിധി നിലനിൽക്കുകയാണ് PC ജോർജും മകനും BJPയിൽ ചേരുന്നത് ഡൽഹിയിൽ പോയിട്ട്. അപ്പോൾ ഡൽഹിയിൽ പോയി BJPയിൽ ചേരുന്നതിൻ്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത കമ്പനി നിയമം 212 വ്യക്തിയുടെ കാര്യം കൂടി അന്വേഷിക്കുന്ന വ്യവസ്ഥ, അത് അടിസ്ഥാനപ്പെടുത്തി SFIO അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനി കോർപ്പറേറ്റ് അഫിലിയേഷൻ വകുപ്പിൽ നിന്നും ഉത്തരവുണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെയൊരു അന്വേഷണം ഒരു ഘട്ടത്തിൽ വലിയ ബാധകോലാഹലം. ചില പത്രങ്ങളുടെ ഒന്നാമത്തെ പേജിലെ ഓരോ ഒന്നും കൊടുക്കാനാവാത്ത രീതിയിലുള്ള ഹെഡിങ്, പണ്ടൊക്കെ തലക്കെട്ട് നമ്മൾ പറയുന്നില്ലേ, ആ തലക്കെട്ടിൽ വാർത്തയായിരുന്നു ഈ SFIO അന്വേഷണം. യഥാർത്ഥത്തിൽ ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരായിട്ടാണ് ഈ ഉത്തരവ് തന്നെ വന്നത്. ഇതോടൊപ്പം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി ഈ സംഘങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കൊടുക്കുകയും മൂവാറ്റുപുഴ കോടതി അത് തള്ളുകയും ചെയ്തു. തുടർന്ന് കുഴൽനാടൻ തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ പറയാത്ത ചില കാര്യങ്ങൾ, വലിയ തെളിവ്, ഭയങ്കരമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് നൽകുന്ന നിലയുണ്ടായി. ഓരോ കേസ് കൊടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള പത്രസമ്മേളനങ്ങളുണ്ട്. ആ പത്രസമ്മേളനങ്ങളിലെ വാർത്ത കിട്ടിയാൽ ചൂടപ്പം പോലെ അത് രാജ്യത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യപൂർവ്വമുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അതെല്ലാം കേരളത്തിലുള്ള എല്ലാവർക്കും നല്ലപോലെ അറിയുന്നതാണ്. പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ഏറ്റവും അവസാനമായി കോടതി വ്യക്തം. ഞങ്ങളിത് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരായിട്ടുള്ള
രാഷ്ട്രീയ പ്രേരിതമായ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അല്ലാതെ ഇതിൽ കഴമ്പില്ല എന്ന് അന്ന് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. അന്വേഷണം നടത്തട്ടെ എന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇവിടെ കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു. അതായത് CMRൽ നിന്നും പണം പറ്റിയിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ പേരിൽ ഒരു അന്വേഷണത്തിനും പരാതിക്കാരന്, അതായത് മാത്യു കുളനാടൻ MLAക്ക് താല്പര്യമില്ല. കോടതി തന്നെ പറയുകയാണ്. 3 പേരെ മാത്രം തെരഞ്ഞുപിടിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അതാ പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതി തന്നെ നിഗമനത്തിലെത്തുകയാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്. അതുപോലെ KRIML ഭൂപരിധി നിയമത്തിൽ ഇളവ് അനുവദിക്കപ്പെടണമെന്ന് ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ അപേക്ഷയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുക മാത്രമേ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളൂ. വിധിന്യായത്തിൽ തന്നെ പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളൂ. ഇത് ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന നിവേദനത്തിൽ എടുക്കുന്ന സാധാരണ നടപടിക്രമം മാത്രമാണ്. ഇതിൽ ഒരു ഗൂഢലക്ഷ്യവും ആരോപിക്കാൻ കഴിയില്ല. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് കോടതി പറയുന്നത് KRIMLന് എന്തെങ്കിലും ഇളവ് നൽകാനുള്ള 2 അവസരങ്ങൾ മുന്നിലുണ്ടായിട്ടും ഇളവ് നൽകുന്ന യാതൊരു തീരുമാനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പേജ് 24 അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. ഇക്കാര്യത്തിൽ അഴിമതി ഉണ്ടെന്ന് സങ്കല്പിക്കുക സാധ്യമല്ല. സാധാരണ അങ്ങോട്ട് നിഷേധിച്ചു പോവല്ല, സങ്കല്പിക്കാൻ സാധ്യമല്ല എന്നാണ് കോടതിയുടെ വിധി. ഇത്തരത്തിൽ വ്യക്തമായ കോടതി വിധി ഉണ്ടായിട്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമായ ചർച്ച സംഘടിപ്പിക്കാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ചർച്ചകൾ ചാനലുകളായാലും മാധ്യമങ്ങളായാലും എല്ലാം കേരളത്തിലെ പ്രതിപക്ഷത്തിനു വേണ്ടി അത് കോൺഗ്രസും ഉണ്ട്, BJPയും, UDF ഉണ്ട്, BJPയും ഉണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ഇത്തരം സാഹചര്യങ്ങൾ പിന്നീട് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിൻ്റെ ഭാഗമായിട്ടൊരു ഗൂഢാലോചനയും ചൂണ്ടിക്കാണിക്കാനാവില്ല എന്നും അഴിമതി ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നും കൃത്യതയോടുകൂടി കാര്യം പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്കാർക്കും ഒരു ചർച്ചയുമില്ല. ചർച്ച നടത്തേണ്ടുന്ന ഒരു വിഷയമായിട്ട് അതാരും പരിഗണിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഈ കാര്യം കുഴൽനാടനോട് ഞങ്ങൾ പറഞ്ഞത്, കുഴൽനാടൻ ഇങ്ങനെയുള്ളൊരു കേസ് ഒരു വിധി വാങ്ങിയത് നന്നായി. കാരണം ഈ കാപട്യം മുഴുവൻ തുറന്നു കാണിക്കാൻ ഇവിടെ കേന്ദ്ര ഏജൻസി ഉൾപ്പെടെയുള്ള നിരവധി ഏജൻസികളെ വിധി കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതാണ്ട് എന്താണ് എന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അത് നന്നായി. എന്നാൽ ഈ കള്ള പരാതിയുമായിട്ട് ഈ ഒരു വ്യവഹാരി, ഒരു എന്താ പറയുക, സാധാരണ നമ്മൾ പറയുന്നില്ലേ, ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു വ്യവഹാരി, ഞാൻ പിന്നെ അതിന് വേറെ വിശേഷമൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു വ്യവഹാരി ഈ കേസുമായിട്ട് കോടതിയുടെ മുമ്പിൽ പോയി നല്ലതുപോലെ കാര്യങ്ങൾ തിരിച്ച് വ്യക്തത വരുത്തി കോടതി വിധിയും വന്നപ്പോൾ അദ്ദേഹം ന്യായമായി ചെയ്യേണ്ട ഒരു കാര്യം, മുമ്പേ അദ്ദേഹം പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ ഈ പറയുന്നതെല്ലാം തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നത് എന്തേ അദ്ദേഹം നടപ്പിലാക്കുന്നില്ല? അപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ കുഴൽനാടനെ പറ്റി പറയുന്നത്, അദ്ദേഹം വലിയ കേസിൽപ്പെട്ട് നിൽക്കുകയാണ്.
ഭൂമി കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലെ അതിശക്തിയായ ഗവൺമെൻറ് നടപടിയുമായി നിൽക്കുകയാണ്. അതിനെ വെള്ളപൂശുന്ന കാര്യത്തിൽ ഈ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ അപ്രധാനമായിട്ടുള്ളതോ ഒന്നൊന്നിനും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറില്ല. എന്നാൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഓരോ പത്രസമ്മേളനത്തിലെയും ആർഗ്യുമെൻ്റ് എന്തോ വലിയ ആർഗ്യുമെൻ്റാണെന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ശുദ്ധ അസംബന്ധമാണെന്ന് കൃത്യമായിട്ട് വ്യക്തത വന്നിട്ട് നിങ്ങൾക്ക് എന്തേ അതിനോട് പ്രതികരിക്കാനാകുന്നില്ല? അദ്ദേഹം തന്നെ മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ മാപ്പ് പറയാൻ തയ്യാറാവുന്നില്ല എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന ഒന്നാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ മാപ്പ് പറയണം എന്ന ഒരു ഡിമാൻഡ് വെക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാപ്പല്ല അതിൻ്റെ പ്രതിവിധി എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഒന്ന് രണ്ട് ഘട്ടങ്ങളിലായി ഈ കേസ് നൽകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ ഇതിന് തയ്യാറാണ്, മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ കുഴൽനാടൻ എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ല എന്ന കാര്യമാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത്. അതിന് മറുപടി പറയാൻ കുഴൽനാടന് ബാധ്യതയുണ്ട്. കുഴൽനാടൻ ബാധ്യതയുള്ള കാര്യങ്ങളല്ല സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു പകരം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അതിനെങ്ങനെയാണ് മറയിടുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം എല്ലാ കാര്യം. ഇതൊന്നും കുറേ കാലം തുടരുന്നതല്ല. ഇന്നത്തെ ദേശാഭിമാനി മുഖപ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് അവർ ഗാന്ധിയുടെ സത്യം എന്നാൽ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് അവരെടുത്ത് ചേർത്തിട്ടുണ്ട്. ആ ചേർത്തത് വളരെ പ്രസക്തമായ ഒന്നാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റുകാരെ ഓരോരുത്തർക്കും ബാധകമായിട്ടുള്ള ഒന്നായിട്ട് ഞാൻ കാണുകയാണ്. കാലപ്രവാഹത്താൽ മറ്റെല്ലാം ഒലിച്ചു പോയാലും സത്യം തനിച്ച് നിവർന്നു നിൽക്കും എന്നാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചും എല്ലാം ബാധകമായിട്ടുള്ള ഒരു കാര്യം മുമ്പേ മഹാത്മാഗാന്ധി പറഞ്ഞു വെച്ചിരിക്കുന്നു സത്യവുമായിട്ട് ബന്ധപ്പെട്ട്. കുഴൽനാടനെല്ലാം മഹാത്മാഗാന്ധിയൊക്കെ ഇടയ്ക്ക് ഉദ്ധരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ സത്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വീഴ്ച പറ്റിയെന്നും ഇനി ഞാൻ അടുത്ത കോടതിയിലേക്ക് പോകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു കഴമ്പുമില്ല, ഉള്ളി തോളി ഒളിച്ച പോലെയാണ്. ഒന്നും തന്നെ ഇതിൻ്റെ ഉള്ളിൽ കാമ്പായിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു പുകമറ സൃഷ്ടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ അവരുടെ കുടുംബത്തെ ആക്രമിക്കാനുള്ള ആയുധമായിട്ടാണ് നിങ്ങളിത് ഓരോന്നും ഉപയോഗിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നു എന്ന് വരുമ്പോൾ നിങ്ങൾ വളരെ സത്യസന്ധമായ രീതിയിലാണ് പെരുമാറുന്നത് എന്നത് അവർക്ക് ശരിക്കും മനസ്സിലാവും. ആർക്ക്? ജനങ്ങൾ. നിങ്ങൾ ഏകപക്ഷീയമായി, പക്ഷപാതപരമായി, ഞാൻ സാധാരണ പറയുന്ന പോലെ വർഗപരമായി നിലപാട് സ്വീകരിക്കുന്നത് തുറന്നു കാണിക്കപ്പെടുകയാണ്. ഇങ്ങനെ കുറേ കാലം തുടർന്നാൽ നിങ്ങളെ തന്നെ ശരിയായ രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും, നന്നായിട്ട് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിനപ്പുറം കാണാനും ഒരു ശീലം കേരളീയർ നേടിയതുകൊണ്ടാണ് നിങ്ങളുടെ ഈ കള്ളപ്രചരണത്തിലൊന്നും അവരുടെ ആശയങ്ങളെ രൂപപ്പെടുത്താൻ നിങ്ങൾക്കാവാതെ. അത് ഓരോ ഘട്ടത്തിലും മനസ്സിലായിട്ടുള്ളതാണ്. ഇത് ഒന്നുകൂടി നിങ്ങളുടെ ഈ കള്ളത്തരം, നിങ്ങളുടെ ഈ പൊള്ളത്തരം, നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ വർഗപരമായ ഈ ഉള്ളടക്കം ജനങ്ങൾക്ക് മനസ്സിലാവാൻ കുറേയും കൂടി സൗകര്യം കിട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എന്താണ് അടുത്ത വഴിയെന്ന് അന്വേഷിക്കണമല്ലോ. ആ വഴി അന്വേഷിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പത്രത്തിന് എന്താ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഗൗരവമുള്ളത്? അപ്പോൾ ഉടനെ കണ്ടെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര.
മുഖ്യമന്ത്രിക്ക് വിദേശയാത്ര ചെയ്യണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കടക്കണം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് സ്വകാര്യ യാത്ര രാജ്യത്തിൻ്റെ വെളിയിലേക്ക് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങണം. പാർട്ടി എന്നാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി മെമ്പർമാർ വിദേശത്തേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ സമ്മതം വാങ്ങണം. ഇത് രണ്ടും വാങ്ങിയിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ വാർത്തയാക്കി, അതെന്തോ ഇന്നേ വരെ സംഭവിക്കാതെ പുതിയ ഒരു കാര്യമാക്കി അവതരിപ്പിച്ച് ചർച്ച ചെയ്യുക. ആ ചർച്ചയ്ക്ക് പിന്നിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: രാഷ്ട്രീയ വിരോധം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഇടതുപക്ഷ വിരുദ്ധത. ആ ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായിട്ടാണ് നിങ്ങളിത് വൈകുന്നേരത്തെ ചർച്ചയിലെ പ്രധാനപ്പെട്ട അജണ്ടയാക്കി മാറ്റിയത്. നമുക്കറിയാം, ഒരുപാട് മാസക്കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭരണ സംവിധാനത്തിലാകെ പുതിയ നൂതനമായ ആശയങ്ങളും നിലപാടുകളും സ്വീകരിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണന, സാമ്പത്തിക ഉപരോധം, പ്രതിരോധം ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ട് അസംബ്ലിക്കകത്തും പുറത്തും, അതുപോലെ തന്നെ നവകേരള സദസ്സ് 140 മണ്ഡലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു, അതിനെ തുടർന്ന് കേസ്, അതിനെ തുടർന്ന് ഡൽഹിയിലുള്ള സമരം, കേരളീയം പദ്ധതി, തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ ക്യാമ്പയിൻ. ഇതെല്ലാം കഴിഞ്ഞ് ഇനി വരുന്ന 4-ാം തീയതി വരെ, അടുത്ത മാസം 4-ാം തീയതി വരെ, ജൂൺ 4 വരെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നയപരമായ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പുതിയ പുതിയ തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകാനാവില്ല എന്ന പരിമിതി കൂടി കണക്കിലെടുത്ത് ഈ ഒരു തിരക്ക് പിടിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരിടവേള ഉണ്ടാവട്ടെ എന്ന് കണ്ട് ആരാണിത് ആഗ്രഹിക്കുന്നത്? ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ഒരു അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളതിന് നിയമപരമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മതം വാങ്ങേണ്ടിയുണ്ട്. ആ സമ്മതം കൂടി വാങ്ങിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര പിണറായി പ്ലാൻ ചെയ്തത്. ഒരു കുടുംബസമേതം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രയെ വിദേശകാര്യ സഹമന്ത്രി എന്ന് പേരുള്ള മന്ത്രി ഉൾപ്പെടെ ഇതിനെതിരായിട്ടുള്ള പ്രചാരവേലയാണ് നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുമതിയോടുകൂടിയാണ് ഈ വിദേശ യാത്ര നടത്തുന്നത് എന്ന കാര്യം അറിയാതെയോ അല്ല അറിഞ്ഞോ ഈ പറയുന്ന സഹമന്ത്രി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനയോട് സഹതപിക്കുകയല്ലാതെ വേറെ അതിന് മറുപടിയൊന്നും പറയേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇവിടെ ഉഷ്ണതരംഗം ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കേരളം ഉപേക്ഷിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഉഷ്ണതരംഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്ത് പരിപാടികൾ ആസൂത്രണം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. ദുരിതപൂർണമായ സാഹചര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച സന്ദർഭത്തിലൊന്നും UDFകാർക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോടോ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ഏറ്റവും വലിയ പേമാരി വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ 30,000 കോടി ഉറുപ്പികയുടെ നാശനഷ്ടം കേരളത്തിൽ ഉണ്ടായി എന്ന് കണക്കാക്കപ്പെട്ടതിന് ശേഷം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നമുക്ക് കേരളത്തിന് സഹായം നൽകാൻ വേണ്ടി വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹായം അനുവദിക്കില്ല, കൊടുക്കില്ല, വാങ്ങില്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പമായിരുന്നു കേരളത്തിലെ UDF. എല്ലാ കേരള വിരുദ്ധ നിലപാടിൻ്റെയും BJP ഗവൺമെൻറ്റിൻ്റെ ഒപ്പമായിരുന്നു ഈ കോൺഗ്രസും അതുപോലെ തന്നെ UDF. ഗവർണർ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്ന രീതിയിൽ ബില്ലുകളെല്ലാം പിടിച്ചു വെച്ച് ഏറ്റവും അവസാനം പ്രസിഡന്റിലേക്ക് കൈമാറുന്ന സന്ദർഭം വരുമ്പോഴുൾപ്പെടെ ഗവർണർക്ക് അനുകൂലമായിരുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായിരുന്നു, BJPക്ക് അനുകൂലമായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷം. അപ്പോൾ ഈ രീതിയിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് ജനങ്ങൾക്കെതിരായിട്ട് നമുക്ക് പെൻഷൻ പോലും കൊടുക്കാൻ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോൾ എന്നാൽ പ്രയാസം അനുഭവിക്കുന്നു എന്ന നിലപാട് MP മാരും അന്നത്തെ
എംപിമാരും അതുപോലെ UDF-ഉം അത് അംഗീകരിച്ചിരുന്നില്ല എന്ന കാര്യം നമുക്കറിയാം. എന്നിട്ടിപ്പോൾ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ മുഖ്യമന്ത്രി എവിടെയെങ്കിലും പോകാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുക. ഇവിടെ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. സ്വകാര്യ സന്ദർശനത്തിന് പോയ എല്ലാ മുഖ്യമന്ത്രിമാരെയും നമുക്കറിയാം. പ്രധാനമന്ത്രിയാണെങ്കിൽ എല്ലാ കാലത്തും നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ എവിടെയാണ് പോകുന്നത് എന്ന് ആരും അറിയാതെ ഇടക്കിടക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യവും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തോടുള്ള, പ്രത്യേകിച്ച് CPM-നോടുള്ള, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വിരോധം മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്യുന്ന ഈ മാധ്യമ ശൃംഖലകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഴനാടൻ എതിരായിട്ട് വന്ന വിധി അവർക്ക് കൂടി ഏറ്റൊരു അടിയാണ് എന്ന് മനസ്സിലാക്കി ജനങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ അപ്പോൾ തന്നെ വേറൊരു കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള നിലയാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ലോകത്തിൻ്റെ ഏത് മേഖലയിലുണ്ടായാലും സാധിക്കുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുസരിച്ച് അറിയാവുന്നതാണ്. ഏത് യോഗം വിളിക്കാനും എവിടെ ഉള്ള യോഗത്തിൽ പങ്കെടുക്കാനും സാധിക്കുന്ന നില തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ ചുമതല കൊടുത്തില്ല എന്നുള്ളത് ഇതിനു മുമ്പ് പോയപ്പോഴും ചുമതല കൊടുത്തിരുന്നില്ല. ചുമതല നിർവഹിക്കാനാവും, പിന്നെ എന്തിനാണ് ചുമതല കൈമാറുന്നത്? ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. മുഖ്യമന്ത്രിക്ക് തന്നെ ലോകത്തിൻ്റെ എവിടെ ഇരുന്നും ചുമതല നിർവഹിക്കാനാവും, പിന്നെ ചുമതല പ്രത്യേകമായിട്ട് ഏൽപ്പിക്കേണ്ടുന്ന ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിലില്ല. പാർട്ടിയും അതുപോലെ തന്നെ ഗവൺമെൻറ് എന്ന രീതിയിൽ അതിൻ്റെ യാത്രാനുവാദം കൂടി വാങ്ങി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ മാധ്യമ ശൃംഖല ഇതിനു മുമ്പെല്ലാം ചെയ്യുന്നത് പോലെയുള്ള ജോലി അവർ നിർവഹിച്ചു എന്ന് മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കൂ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാൻ. എന്താ ചോദ്യം? ഏത്? അതിന് മുമ്പ് എവിടെയും പോയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് വന്നൊന്നുമല്ലല്ലോ. ഇതിന് മുമ്പും തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് എവിടേക്കാണ് പങ്കെടുക്കേണ്ടത്, പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് എല്ലാവർക്കും ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആദ്യം തന്നെ എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്, ഇവിടുന്ന് ആളുകൾ പോയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി കേരളം വിട്ടു പോകണം തീരുമാനിച്ചിട്ടില്ല. അതാ കാര്യം. ഓ അതെ അതെ, ജനങ്ങൾ അറിഞ്ഞല്ലോ. നിങ്ങൾ തന്നെ അറിയിപ്പിച്ചല്ലോ. അതിൽ നിങ്ങൾ മാധ്യമം ചെയ്ത പണി ഇല്ല. പോകുന്നതിന് മുമ്പ് തന്നെ നാളെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പോയതിൻ്റെ ചിലപ്പോൾ സാധാരണ പോകുമ്പോൾ ആരാ ചിലപ്പെടുക്കൽ? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ എടുക്കൽ? നിങ്ങൾ ശുദ്ധ അസംബന്ധ ചോദ്യമാണ്. അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? വലിയ യാത്ര പോകുന്നതിന് നിങ്ങൾ ചിലവാരായിട്ട് ആരാ ടിക്കറ്റ് എടുത്തതെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നത്? അറിയിച്ചിട്ടുണ്ടല്ലോ. അതിലെ പറഞ്ഞിട്ടുണ്ട്. അറിയിക്കാണ്ട് പോവോ? അറിഞ്ഞിട്ടല്ലേ പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നതിന് അടിസ്ഥാനത്താ നിങ്ങൾ ഏത് പത്രം? മാതൃഭൂമി. മാതൃഭൂമി ചോദിച്ചില്ലെങ്കിലേ ആണ് നിങ്ങളാണല്ലോ കെട്ടിപ്പോക്കിയത്. ആദ്യം മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ശരി, മതി. അത്രയും കാരണം മതിയാക്കിയാൽ മതി. അതിനെ സംബന്ധിച്ച് സുധാകരൻ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? അതൊക്കെ ചോദിക്കുന്ന പോലെ പറയാം. അതിലെ സ്വന്തം പണം തന്നെയാണ്. സ്വന്തം പണം അല്ലാണ്ട് വേറെ ആരെങ്കിലും പണത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യും? നിങ്ങളെന്താ വിചാരിച്ച്? നിങ്ങളെന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെ നാളെ രാവിലത്തെ പത്രത്തിൽ എഴുതാൻ വേണ്ടിയില്ലേ? സ്വന്തം ചെലവിലാണ് പോകും. പ്രതിപക്ഷം ചോദിക്കുന്നതല്ല. പ്രതിപക്ഷത്തിന്റെ ചോദ്യം നിങ്ങളെ ചോദ്യമാണ്. പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ള ശേഷി തന്നെയില്ല, പണ്ടേ ഇല്ല. യഥാർത്ഥത്തിൽ എല്ലാ ചോദ്യം ചോദിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. ശരി, അടുത്ത പറഞ്ഞു. മുരളീധരനും സുധാകരനും ചോദിച്ചതിനെ പറ്റിയൊന്നും ഞാൻ അധികം പറയുന്നില്ല. സ്വന്തം സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ BJP-യിലേക്ക് പോകാൻ തയ്യാറാവുന്നു എന്നുള്ള ഭീഷണി ഉപയോഗിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് പ്രസിഡന്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ. അതിനെപ്പറ്റി നിങ്ങൾക്ക് ചർച്ചയില്ല. ഭീഷണിയിലാണ് പിന്നെന്താ? ഭീഷണി സ്വരം അന്നേ പറഞ്ഞില്ല. ഞാൻ നിങ്ങളും കേട്ടതല്ലേ. നിങ്ങൾക്ക് ഭീഷണി മനസ്സിലാവുന്നില്ലേ? ഹൈക്കമാൻഡ് സമ്മതിക്കാൻ അന്നേരം സമ്മതിക്കായിരുന്നല്ലേ? അന്നേരല്ലേ യോഗം ചേർന്നത്?
ഹൈക്കമാൻഡ് സമ്മതിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? ഞാൻ നേരത്തെ സാധാരണ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? അതാ പറഞ്ഞ അതാ ഭീഷണി. അതിനല്ല സ്ഥിരം ഭീഷണി. ശരി. എന്താ പറഞ്ഞത്? ആരോ പറയുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം, ഇത് ചൈനക്കാരെ പോലെയാണോ, നേപ്പാളികളെ പോലെയാണോ, വെള്ളക്കാരെ പോലെയാണോ, ദ്രാവിഡരായിട്ടുള്ള ഈ കറുത്ത വിഭാഗം അത് ആദിവാസികളെ പോലെയാണോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഉത്തരമാണ് ശരിയായ ഉത്തരം. അത് ഈ ഇന്ത്യ വൈവിധ്യപൂർണമായ ജനങ്ങളുടെ ജീവിത വിന്യസിപ്പിക്കപ്പെട്ട ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അതാണ് കൂട്ടായ്മ, അതിൻ്റെ ആത്മാവ്. അതാണ് വിവേകാനന്ദൻ പറഞ്ഞത്. അതാണ് ഇതിൻ്റെ ഈ രാജ്യത്തിൻ്റെ ആത്മാവ്, വൈവിധ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അതിനെ അപഹസിക്കത്തക്ക രീതിയിൽ പലരും ലോകത്ത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊന്നും നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കേണ്ടില്ല. ശരിയായ പ്രതികരണം ഇതാണ്: ഇന്ത്യക്ക് വൈവിധ്യപൂർണമായ ഒരു വിന്യാസമുണ്ട്. ജനങ്ങളെ അത് കറുത്തതുണ്ട്, വെളുപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു തരം മഞ്ഞയുണ്ട്, ഒക്കെയുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇന്ത്യ. ഇതാണ് ഒരു ദേശീയ രാഷ്ട്രം. അതാണ്. വിവിധ ദേശീയതകളുണ്ട്, ഉപദേശീയതകളുണ്ട്. പക്ഷെ ഒരു ദേശീയ രാഷ്ട്രം എന്ന രീതിയിൽ ഈ ഐക്യമാണ് ഈ നിൽക്കുന്നത്. അതിനെ ഇല്ലായ്മ ചെയ്യാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കാര്യം. രണ്ട് തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം കിട്ടും. എണ്ണം പറയാൻ പറ്റില്ല. അത് എല്ലാ സന്ദർഭത്തിലും ഓരോരുത്തരും ഒരാൾ പിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതിന് രാജേന്ദ്രൻ പോകില്ല. രാജേന്ദ്രൻ ബന്ധപ്പെടുന്നില്ല എല്ലാവരും. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രശ്നമില്ല. പക്ഷെ രാജേന്ദ്രൻ പോകില്ല. അത് ഈ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ പ്രതിസന്ധിയാണ്. കാരണം കോൺഗ്രസ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു കേസായിരുന്നു. ആ കേസ് വഴിക്ക് വെച്ച് ഈ മാത്യു കുളനാടൻ ഉടച്ചു കളഞ്ഞു. ആ ഉടച്ചു കളഞ്ഞതിൻ്റെ ദുഃഖത്തിലാണ് അവരുള്ളത്. മനസ്സിലായ? അത് പൊളിച്ചു കളഞ്ഞില്ലേ? അവർ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നല്ലേ? ഇനി അടുത്ത തലമുറ കൊണ്ടുവരണ്ടല്ലേ? അപ്പോഴേക്കത് പൊളിഞ്ഞില്ലേ? ആ പൊളിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഈ കുളനാടനാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് കുളനാടനും കോൺഗ്രസും തമ്മിൽ നല്ല തർക്കത്തിലാണ്. അതുകൊണ്ട് അവർ പ്രതികരിക്കാതെ അവരുടെ പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് കുളനാടൻ്റെ ഇടപെടലുണ്ടായത്.